ഡിജിറ്റൽ യുഗത്തിൽ പലതരം തട്ടിപ്പുകളാണ് നാം ദിവസവും കേൾക്കുന്നത്. ഡിജിറ്റൽ അറസ്റ്റും മൊബൈൽ ലിങ്ക് അയച്ചുമുള്ള തട്ടിപ്പുമൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. അത്തരത്തിലുള്ള തട്ടിപ്പിന്റെ വാർത്തയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്തു വരുന്നത്. ഹോളിവുഡ് സൂപ്പർ താരമായ ബ്രാഡ് പിറ്റിന്റെ പേരിലാണ് തട്ടിപ്പ്. 80,000 യൂറോയാണ് 53 വയസ്സുള്ള ഫ്രഞ്ച് വനിത ആനിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പുകാരൻ പ്രണയം നടിച്ച് തട്ടിയത്. ഒരു പ്രാദേശിക ചാനലിന്റെ അഭിമുഖ പരിപാടിയിലാണ് അവർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ടിക്നസിലേക്കുള്ള ഒരു സ്കീ യാത്രയ്ക്കിടെ പിറ്റിന്റെ അമ്മ ജെയിൻ പിറ്റിന്റേത് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ആനിന് ഒരു മെസ്സേജ് ലഭിച്ചു. ഒരു ദിവസത്തിന് ശേഷം ബ്രാഡ് പിറ്റിന്റേതെന്ന് അവകാശപ്പെട്ട് മറ്റൊരു അക്കൗണ്ടിൽ നിന്നും തനിക്ക് വീണ്ടും മെസ്സേജ് ലഭിച്ചു. തുടർന്ന് സംസാരിച്ച ഇവർ താമസിയാതെ സുഹൃത്തുക്കളായി. ഈ സമയം ഒരു കോടീശ്വരനുമായി ആൻ വിവാഹിതയായിരുന്നു. അതേസമയം അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വ്യാജ അക്കൗണ്ടിലെ വ്യക്തി തന്റെ സ്നേഹം പ്രകടിപ്പിക്കാനായി തനിക്ക് കവിത ചൊല്ലി തരാറുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു. ഇതോടെ താൻ ബ്രാഡ് പിറ്റുമായി പ്രണയത്തിലായി എന്ന് അവർ ഉറപ്പിച്ചു. ഫോൺ വിളിക്കാൻ എപ്പോഴും തട്ടിപ്പുകാരൻ വിസമ്മതിച്ചിരുന്നു. പകരം AI വഴി നിർമ്മിച്ച ബ്രാഡ് പിറ്റിന്റെ ചിത്രങ്ങളും വീഡിയോകളും എപ്പോഴും ആനിന് അയച്ചുകൊണ്ടേയിരുന്നു. ഒരു പടി കൂടി കടന്ന് ഇയാൾ ആനിനോട് തന്നെ വിവാഹം കഴിക്കാനും ആവശ്യപ്പെട്ടു. ഒരു ലക്ഷറി ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, അത് ലഭിക്കണമെങ്കിൽ 9,000 യൂറോ നൽകണമെന്ന് ഈ ഫേക്ക് ബ്രാഡ് പിറ്റ് ആനിനോട് ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. എന്നാൽ തനിക്കൊരു ഗിഫ്റ്റും ലഭിച്ചിട്ടില്ലെന്ന് ആൻ ചാനലിൽ പറഞ്ഞു. ആനിന്റെ വിവാഹബന്ധം താമസിയാതെ അവസാനിച്ചു. ജീവനാംശമായി 7,75,000 യൂറോ ലഭിക്കുകയും ചെയ്തു. ഏതാണ്ട് ഈ സമയത്ത് തട്ടിപ്പുകാരൻ തന്റെ അടുത്ത ഐഡിയ പുറത്തിറക്കി. താൻ ആശുപത്രിയിലാണെന്നും കിഡ്നി സർജറി വേണമെന്നും ഇയാൾ പറഞ്ഞു. തുടർന്ന് ആശുപത്രിയിലാണെന്ന് വിശ്വസിപ്പിക്കാൻ AI ഉപയോഗിച്ച് നിർമ്മിച്ച ബ്രാഡ് പിറ്റിന്റെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും അയച്ചു കൊടുത്തു. ചികിത്സയ്ക്കായി പണം ആവശ്യമുണ്ടെന്നും പറഞ്ഞു. ആഞ്ചലീന ജോളിയുമായുള്ള വിവാഹമോചന കേസ് നിലനിൽക്കുന്നതിനാൽ തന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണെന്നായിരുന്നു പണം ലഭിക്കാൻ കണ്ടെത്തിയ ന്യായം. ഒടുവിൽ ആൻ തട്ടിപ്പുകാരന് പണം കൈമാറി. പിന്നീട് ബ്രാഡ് പിറ്റ് ജ്വല്ലറി ഡിസൈനർ ഇനസ് ഡി റാമോണുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ കണ്ടതോടെയാണ് ആനിന് തട്ടിപ്പ് വ്യക്തമായത്. അതിനുശേഷം കടുത്ത വിഷാദം മൂലം നിരവധി നാൾ ആൻ ആശുപത്രിയിലായിരുന്നുവെന്നും ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു.